ഡെന്റൽ കേരീസ് പ്രിവെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുതിർന്നവരോടും കുട്ടികളോടും ഒരുപോലെ പറയുന്ന കാര്യമാണ് മധുരപാനീയങ്ങൾ ഒഴിവാക്കുക, അതുപോലെ മിഠായിയുടെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയവ. എന്നാൽ ഈ മധുരപാനീയങ്ങളും മിഠായി പോലുള്ള വസ്തുക്കളും മാത്രമാണോ ഡെന്റൽ കേരീസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ചോക്ലേറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും കൂടാതെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെയാണ് ഡെന്റൽ കേരീസിന് കാരണമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയേണ്ടത് ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിന് ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ട്. അപ്പോൾ അത് പല്ലിനുള്ളിൽ തങ്ങി നിന്നിട്ട് അതിൽ ബാക്ടീരിയാസ് ആക്ട് ചെയ്തിട്ട് ഡെന്റൽ ക്യാവിറ്റീസ് ഉണ്ടാകാൻ കാരണമാണ്. ഇനി രണ്ടാമത് പറയേണ്ടത് ആൽക്കഹോളിക് ബിവറേജസ്. ഈ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്നതിനകത്ത് സ്പിരിറ്റ് കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഡ്രൈ മൗത്തിനും അതിനെ തുടർന്നുള്ള ക്യാവിറ്റീസ് ഉണ്ടാവാനും കാരണമാകും. ഇനി മൂന്നാമത് പറയേണ്ടത് ക്രാക്കേഴ്സും വൈറ്റ് ബ്രെഡും. ഈ ക്രാക്കേഴ്സ് ആൻഡ് വൈറ്റ് ബ്രെഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാകുന്ന ഷുഗർ ഡെന്റൽ ക്യാവിറ്റീസിന് കാരണമാണ്. ഇനി അടുത്തത് പിക്കിൾസ് ആണ്. ഈ പിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റം ആണ് അല്ലേ. ഈ പിക്കിൾസിനകത്തുള്ള ഹൈ അസിഡിക് കണ്ടന്റ് ഇനാമലിനെ ഡിസോൾവ് ചെയ്ത് അത് നോൺ കേരിയസ് ഡെന്റൽ ഇഷ്യൂസ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണമാകും. ഇപ്പം മോഡേൺ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് നമ്മൾ ഡെയിലി എന്ന് വേണമെങ്കിൽ പറയാം, ഡെയിലി കൺസ്യൂം ചെയ്യുന്ന എനർജി ഡ്രിങ്ക്സും സ്പാർക്ലിംഗ് വാട്ടറും ഇതിലുള്ള ഹൈ സോഡ കണ്ടന്റും പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ജസ്റ്റ് ചോക്ലേറ്റ്സിനെയും സോഫ്റ്റ് ഡ്രിങ്ക്സിനെയും മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഫോർ ഷുവർ. ബട്ട് നമ്മൾ ആ ഒരു ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഫുഡ് ഐറ്റംസ് കൊണ്ടുള്ള ഡെന്റൽ ക്യാവിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും.